നമസ്തേ. ശ്രീവിനായക ജ്യോതിഷ വാസ്തുവിദ്യാപീഠത്തിന്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് നാരായണ ബലിയെക്കുറിച്ചാണ്. കർക്കിടക ബലി 2026 കർക്കിടക ബലി ആഗതമാവുകയായി. അതിനോടനുബന്ധിച്ച് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി നടത്തുന്ന ബലിയാണ് നാരായണ ബലി. അകാല മരണമോ അപമൃത്യുവോ സ്വാഭാവികമായ മരണമോ സംഭവിച്ച പൂർവികരുടെ ആത്മാക്കൾക്ക് ശാന്തിയും മോക്ഷവും ലഭിക്കുന്നതിനായി ഹൈന്ദവ വിശ്വാസപ്രകാരം നടത്തുന്ന ഒരു പ്രധാന ബലിപൂജയാണ് നാരായണ ബലി. പൂർവികരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനും അവരുടെ ശാപം മൂലം കുടുംബത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ മാറുവാനും ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം. നാരായണ ബലി നമ്മൾക്ക് സ്വയം എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത്. ചതുരത്തിൽ ചാണകം കൂട്ടി തെളിച്ച് മെഴുകിയ ഒരു മണ്ഡലം വീടിന് മുന്നിൽ തയ്യാറാക്കുക. അത് തെക്ക് ദിക്കിലേക്ക് തുമ്പ് വരത്തക്ക രീതിയിൽ 24 ഇലകൾ വയ്ക്കുക. ഒരു ദിക്കിൽ 7 ഇലകൾ വീതം വെച്ചാൽ സമചതുരത്തിൽ ഇത് വരും. അതിൻ്റെ ഉള്ളിലും ആവശ്യമായ തൂശനിലകൾ വെക്കണം. മണ്ഡലത്തിലെ ഇടതുഭാഗത്ത് അക്ഷതവും കുറുമ്പുല്ലും വെച്ച് ഒരു നിലവിളക്ക് വെക്കണം. അതിൻ്റെ മുമ്പിൽ വെറ്റ, പാക്ക്, നാണയം എന്നിവ വെക്കണം. വലതുഭാഗത്തായി അക്ഷതവും കുറുമ്പുല്ലും വെച്ച് അതിന് മുകളിൽ ഒരു നിലവിളക്ക് വെക്കണം. അതിന് മുൻപിലായി ഗണപതി ഒരുക്കും വെക്കണം. എല്ലാ ഇലകളുടെയും തെക്കുപുറത്തായി അക്ഷതവും കുറുമ്പുല്ലും വെച്ച് മറ്റൊരു നിലവിളക്ക് വെക്കണം. അതിൽ 5 തിരിയിട്ട് കത്തിക്കണം. ഈ ഒരുക്കുകളുടെ വടക്കു ഭാഗത്തായി തെക്കോട്ട് 2 കിഡ്നികൾ വെക്കുക. എന്നിട്ട് ഒരു ചന്ദന ഓടം വെക്കുക. അതിനുള്ളിൽ അരച്ച ചന്ദനം, ബലിതർപ്പണത്തിനുള്ള പൂവ്, പിണ്ടം വെക്കുന്നതിന് 36 ഉരുളകളും അല്പം വലിയ ഒരു ഉരുളയും അതിനേക്കാൾ നല്ല വലുപ്പമുള്ള മറ്റൊരു ഉരുളയും തയ്യാറാക്കി നേരത്തെ വെച്ചിരിക്കണം. തെക്കോട്ടിരുന്നാണ് നമ്മൾ ഈ നാരായണ ബലി കർമ്മം ചെയ്യുന്നത്. പിണ്ടാധികാരിയാണ് പ്രധാനമായും പിണ്ടതർപ്പണം നടത്തുന്നത്. മറ്റുള്ളവർ ഹവിസ് സമർപ്പിച്ചാൽ മതിയാകും. അതിനുശേഷം നമ്മുടെ ഇടതുഭാഗത്ത് ഗുരുഭ്യോ നമ എന്ന് ജപിച്ചൊന്ന് തൊഴുക. ഗണപതി വിളക്കിനെ നോക്കി വലതുഭാഗത്ത് ഓം ഗണപതി എന്ന് നാമം ജപിച്ച് തൊഴുക. മനസ്സിൽ ഓം നമോ നാരായണ എന്ന് ജപിച്ച് ഹൃദയത്തിൽ കൈ ചേർത്ത് തൊഴുക. അതിനുശേഷം ഒരു പൂവെടുത്ത് ചന്ദനത്തിൽ മുക്കി അല്പം മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് ജപിച്ച് വലത് കിണ്ടിയുടെ അകത്തേക്കിടുക. ആ കിണ്ടിയുടെ വാലിൽ നിന്ന് അല്പം ജലമെടുത്ത് വലതു കൈ കൊണ്ട് കിണ്ടിയുടെ ഉള്ളിലേക്ക് ഒഴിക്കുക. വലതു കൈയുടെ ഉൾഭാഗം കൊണ്ട് കിണ്ടിയുടെ മുകൾ ഭാഗത്ത് വട്ടത്തിൽ 2 തവണ കറക്കുക. അതേപ്രകാരം ഒരിക്കൽ കൂടി കിണ്ടിയുടെ വാലിൽ നിന്ന് വെള്ളമെടുത്ത് അകത്തൊഴിച്ച് കിണ്ടിയുടെ മുകൾ ഭാഗത്ത് 2 പ്രാവശ്യം വലതു കൈ കൊണ്ട് കറക്കുക. കിണ്ടിയുടെ വാലിൽ നിന്ന് അല്പം ജലമെടുത്ത് ബലികർമ്മത്തിനായി ഇരിക്കുന്ന സ്ഥലത്ത് തളിക്കുക. ബലികർമ്മത്തിനായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ എല്ലാം ഈ വെള്ളം തെളിച്ചിരിക്കണം. കുറച്ച് ജലമെടുത്ത് അവനവനെ തന്നെ തളിച്ച് ശുദ്ധമാക്കണം. അത് കഴിഞ്ഞാൽ ഒരു തൂശനില പടിഞ്ഞാറ് ഭാഗത്ത് വെക്കണം. കുറുമ്പുല്ല് എടുത്ത് 2ആയി പകുത്ത് കൈകൾ പിണച്ച് ചെവിയുടെ അടിയിൽ പിടിച്ച് സങ്കല്പമന്ത്രം ജപിക്കുക. ഓം ശ്രീമദ് ഭഗവതേ മഹാപുരുഷസ്യ വിഷ്ണു രാജ്ഞിയായ പ്രവർത്ത മാനസ്യ അദ്ബ്രാഹ്മണാഹ ദ്വിതീയ പരാർത്ഥേ ശ്വേത വരാഹ കൽപ്പേ എന്ന മന്ത്രം ജപിച്ച് കുറുമ്പുല്ലുകൾ തൂശനിലയുടെ നടുക്ക് വയ്ക്കുക. അതിനുശേഷം കൂർച്ചമെടുത്ത ജലവും ചന്ദനവും പൂവും കൂടി ചേർത്ത് പിടിച്ച് ഓം നോം കാശ്യപഗോത്രേ നക്ഷത്രം മമ പിതു ആവാഹയാമി എന്ന് ജപിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേകമായി വെച്ചിരിക്കുന്ന ഇലയിൽ വയ്ക്കുക. വീണ്ടും ജലം, ചന്ദനം, പൂവ് ഇവയും കൂർച്ചവും എടുത്ത് ഓം മമ പൃഥു ഓം ആവാഹയാമി എന്ന് ജപിച്ച് വടക്ക് കിഴക്ക് മൂലയ്ക്കുള്ള ഇലയിൽ വയ്ക്കുക. തുടർന്ന് ചുറ്റിലുമായി പ്രദർശന ക്രമത്തിൽ ബാക്കി 23 പൃഥുക്കളെയും ആവാഹിക്കണം. എന്നിട്ട് ജലം സമർപ്പിക്കുക. ഓം ജലം സമർപ്പയാമി. ഓം ചന്ദനം സമർപ്പിക്കുക. ഓം ഗന്ധം സമർപ്പയാമി. ഓം പൂവ് സമർപ്പിക്കുക. ഓം പുഷ്പം സമർപ്പയാമി. എന്നിട്ട് എള്ള് സമർപ്പിക്കുക. ഓം തിലോദകം സമർപ്പയാമി എന്ന് മന്ത്രജപം നടത്തണം. അതിനുശേഷം പിണ്ടം സമർപ്പിക്കേണ്ടതാണ്. ആദ്യം പൃഥുവിന് കാശ്യപഗോത്രേ നക്ഷത്രം നാമാദേയസ്യ പൃഥുർമോക്ഷ പ്രാപ്താർത്ഥം ഇതം പിണ്ടം ഉപദിഷ്ടതു എന്ന് ജപിച്ച് അത് കഴിഞ്ഞ് വടക്ക് കിഴക്ക് ദിക്കിലെ ഈശാന കോൺ മുതൽ പിണ്ടം വയ്ക്കുക. ഇതാണ് നാരായണ ബലിയുടെ പ്രധാന ചടങ്ങുകൾ. കവടി പ്രശ്നം, വാസ്തു പ്രശ്നം, ആഭിചാര പ്രശ്നം, വിവാഹം, മുഹൂർത്തങ്ങൾ, ജാതകം, ജാതകഗണന, സമയം, സമയദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, ഏലസുകൾ, യന്ത്രങ്ങൾ, ദേഹരക്ഷ എന്നിവേണ്ട എല്ലാവിധമായ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് നമ്മളെ വിളിക്കേണ്ട നമ്പർ 9553049953. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കാം. എല്ലാവർക്കും ഷെയർ ചെയ്തും നമ്മളെ സഹായിക്കാം. ഓം നമോ നാരായണായ.